ഹായ്. ഇന്നേ നല്ല മഴയൊക്കെ ഉള്ള ദിവസമല്ലേ, അതുകൊണ്ട് ഇന്ന് രാത്രിത്തേക്ക് ഒരു കഞ്ഞിയാക്കാമെന്ന് കരുതി. അപ്പോൾ വ്യത്യസ്തമായൊരു കഞ്ഞി ആയതുകൊണ്ട് തന്നെ അത് നിങ്ങളിലേക്കും കൂടെ പകർന്നു തരാമെന്ന് കരുതി. എന്നാൽ തുടങ്ങാം അല്ലേ. ആദ്യം നമുക്കിതിനായിട്ട് വേണ്ടുന്നത് അരിയും ചെറുപയറും ആണ്. അതിനകത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് എന്നിവ ചേർക്കണം. അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് നമുക്ക് ചേർക്കേണ്ടത് ചെറിയ ഉള്ളി, ഉലുവ, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, കുരുമുളക് ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, വലിയ ജീരകം, പെരുംജീരകം എന്നിവയൊക്കെയാണ്. ഇതെല്ലാം നന്നായി ചതച്ചതിന് ശേഷം ഈ കഞ്ഞി വയ്ക്കാനുള്ള അരിയും ചെറുപയറും ഇട്ടതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഈ ചതച്ച ഇൻഗ്രീഡിയൻസ് മുഴുവനും അതിലേക്ക് തട്ടിയിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ഒരു 5 വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. വീണ്ടും ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയി കഴിയുമ്പോൾ വീണ്ടും അത് നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് വെള്ളം ഒന്നും കാണത്തില്ല, വറ്റിയിരിക്കുമായിരിക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, നമ്മുടെ കഞ്ഞിവെള്ളത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഒഴിക്കുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം അതിന് വേണ്ടുന്ന കറികളൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ചമ്മന്തി, മാങ്ങ അച്ചാർ, അതുപോലെ 2 പപ്പടമൊക്കെ പൊള്ളിച്ച് അങ്ങനെയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ നിങ്ങളും ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കൂ.